ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ പലവിധമായിട്ട് തോന്നും, പക്ഷെ ഞാൻ ആളല്ല. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഒമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് മസാറുൽ ഷെരീഫിൽ നിന്ന് ബിലാൽ ബ്രോയോടൊപ്പം സ്വാഗതം. ബിലാൽ ബ്രോ, ഹൗസ് ലൈഫ്? അങ്ങനെ ബിലാൽ ബ്രോൻ്റെ കൂടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ठीक ठाक है, आप कैसा है? बाकी दोस्त वगैरह घर सब ठीक है? सब ठीक है, सब ठीक है. अच्छा, इधर पर्सी याद है? नहीं नहीं नहीं, कुछ भी नहीं याद. पश्तो संगे जुड़े बस ओके हैरा से. बखैर आगले तो बखैर आगले. हाँ अच्छा, किधर जा रहे? चक्कर लगा रहे? हाँ. अच्छा, बच्चे ने बताया भाई हाँ, मेहमान आया था. ओके. भाई 1 बजे रात देखे आप अंदर गया? हाँ हाँ, रात में. हाँ, मैं उधर से ऊपर से देख रहा था. ओके ओके. हाँ, कोई खिदमत है हमारे लाइक? नहीं नहीं नहीं, कोई नहीं, नहीं कोई मुश्किल नहीं है. नहीं, कुछ नहीं चाहिए. अच्छा. सब करिए तो सब ठीक है. कोई मुश्किल है तो हम ताबेदार है. कोई नहीं, बहुत हमारे धन्यवाद. भाई है. അങ്ങനെ നമ്മളിവിടെ ബാക്ക് വെച്ച് ഇറങ്ങുവാണ്. അയൽവക്കക്കാരൻ പാതിരാത്രി ഇന്നലെ രാത്രി 2 മണിക്ക് കണ്ടു താലിബാൻസ് കൊണ്ടുവന്ന് സായിയെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടല്ലോ. സായിയെ ഞാൻ താലിബാൻ്റെ ഇടയിൽ നിന്ന് പിക്കാൻ വേണ്ടി പോയി ഇവിടെ വന്നു. അപ്പോൾ ഇവർക്കെന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി മെമ്പറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇന്നലെ താലിബാൻ വന്നു ഇതൊക്കെ വന്നപ്പോൾ ഇവർക്കൊരു പേടി. അതുകൊണ്ട് ഇന്ന് തന്നെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഹോട്ടലിൽ കൊണ്ടുപോവാണ് കേട്ടോ. സായി വന്നപ്പം പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ഇന്നലെ കാറിൽ നിന്ന് ഇറങ്ങിയപ്പം എൻ്റെ ഈ ക്യാമറ ഇതിൽ വീണു കേട്ടോ. ഇപ്പോഴും സ്മെൽ ചെയ്ത് നോക്കിയാൽ നാറ്റമാണ് കേട്ടോ ഈ ഇതിൽ. आपका साथ खाने के लिए नहीं नहीं, अगले दिन आ जाएगा. फिर चक्कर लगेगा, फिर चक्कर लगेगा इंशाल्लाह. इस तरह की चीजें नहीं छोड़ने बस. चला അങ്ങനെ ഞാനിവിടെ നിന്ന് പോവുകയാണ്. വണ്ടിയിൽ കയറുന്നു. സായി ലെറ്റ്സ് ഗോ. ഇതാണ് ഇന്നലത്തെ എൻ്റെ പാക്കേജ് വന്നത്. സായി ആണ്. സായി ഇതാ രാവിലെ എന്നെ തിരക്കും തിക്കും ട്രാഫിക്കും. പഠിച്ചോനെ, വീഡിയോ എടുക്കുമ്പോൾ സ്ത്രീകളൊന്നും വന്ന് മുന്നിൽ ചാടല്ലേ. ഇവിടെ സ്ത്രീകളെ വീഡിയോ എടുത്താൽ അത് കുറച്ച് പ്രശ്നമാണ്. സ്ത്രീകളെ വീഡിയോ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. താലിമാമല്ല അപ്പ കണ്ട അപ്പ വന്ന് ചെവിട്ടത്ത് നല്ല അടിയിരും. രാവിലെ കുളിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. ഇവിടെ റെസ്റ്റോറൻറ്റിലോട്ട് വന്നാണ് ഭക്ഷണം കഴിക്കാൻ. തായി ഉള്ളതുകൊണ്ട് ഇവിടെ കർട്ടനൊക്കെ കെട്ടി നമ്മുടെ കർട്ടനൊക്കെ ഇട്ടു നമുക്ക് തന്നു. ഇത് ഫാമിലി ആയതുകൊണ്ടാണ് ഇങ്ങനെ അവർ ഇട്ടയ്ക്കുന്നത്. സാധാരണ പാർക്കിലൊക്കെ പോയാൽ മിക്സഡ് ആയിട്ട് കഴിക്കുന്നതുണ്ട്, പക്ഷെ ചില സ്ഥലത്ത് മിക്സഡ് ആയിട്ട് കഴിക്കാനേ പറ്റൂല. അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തും പല നിയമങ്ങളാണ്. നമ്മളിവിടെ രാവിലെ തന്നെ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ, പുലാവ്. കാർഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ക്ലോസ് ആയി. മാച്ച് ആയേഗാ, വാപ്പസ് ആ ജായേഗാ. അസ്സലാമു അലൈക്കും. സിം ഇവിടെ ക്ലോസ് ആണ് കേട്ടോ. ഇവിടെ അഫ്ഗാൻ വയർലെസ് പിന്നെ കുറേ സിമ്മിൻ്റെ കടകളുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സ്ട്രീറ്റ്. അവിടെ പുള്ളിക്കാരനെ കാണാം. അസ്സലാമു അലൈക്കും. बहुत धन्यवाद, बहुत धन्यवाद. आपको हिंदी पसंद, इंडिया पसंद है? हाँ, बहुत बहुत, क्योंकि मैं पाकिस्तान में तवल्लुद हुआ हूँ, वहाँ पे इंडिया से सीखा है. ओके ओके ओके, मिलने का अच्छा लगा. आ जाएगा. ഇതിലാണ് സത്യത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത വെയിൽ. ഇവിടെ 2-3 മെയിൻ സിമ്മുകളുണ്ട്. അതിൽ ചില സിമ്മുകളെന്ന് പറഞ്ഞാൽ ഒട്ടും വർക്കാവില്ല. അപ്പോൾ നോക്കി തന്നെ വാങ്ങണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു സ്ഥലത്ത് നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. ചലോ റൗസ ജായേഗ. അഭി ബന്ദ് ഹൈ. നമ്മുടെ നാട്ടിലെ ഒരു 18-20 രൂപയുടെ അകത്താണ് കേട്ടോ ഒരു കുപ്പി വെള്ളത്തിന്. നമ്മുടെ നാട്ടിലെ ഒരു ഡബിൾ വിലയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇവിടെ ഉള്ള സാധനങ്ങൾക്കൊക്കെ. ഒട്ടയുടെ മുകളിലൊക്കെ ഒരു ഷീറ്റ് പോലെ വിരിച്ചിരിക്കുകയാണ് കേട്ടോ. ചൂടായതുകൊണ്ടായിരിക്കാം. നമ്മുടെ മസാറുൽ ഷെരീഫിലെ, അതായത് മസാറുൽ ഷെരീഫിൻ്റെ അർത്ഥം തന്നെ നോബൽ ഷറൈൻ എന്നാണ് അർത്ഥം. അതിൻ്റെ പ്രധാനപ്പെട്ട റൗസാൻ നമ്മുടെ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിടം അല്ലെങ്കിൽ ടോംബ് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ബ്ലൂ മോസ്ക്. നമ്മുടെ മുഴുവൻ പലസ്തീൻ്റെ ഫ്ലാഗ്, പിന്നെ നമ്മുടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ്റെ പുതിയ ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗൊക്കെയാണ് ഇവിടെ മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. വെയിലാണ്. എനിക്കൊരു ക്യാപ്പും തൊപ്പിയും വാങ്ങണം. തൊപ്പിയല്ല, ഷോളും വാങ്ങണം. ഇവിടെ ഫുള്ള് ഷോളാണല്ലോ, പലതരത്തിലുള്ള ഷോളുകൾ. അസ്സലാമു അലൈക്കും. ഇറ്റ്സ് വെരി സ്മോൾ. ഞാൻ തൊപ്പി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചൂട് പറഞ്ഞ് 150 പ്രാവശ്യം ഞാൻ ചൂടെന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞതാണ്. പക്ഷേ ചൂടായതുകൊണ്ടാണ് കേട്ടോ ചൂടെന്നുള്ള വാക്ക് പറയുന്നത്. ഞാൻ
ഞാനിവിടെ തൊപ്പി വാങ്ങാൻ വേണ്ടി വന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഏതാണ് കൊള്ളാണ്. യു സെഡ് ദിസ് ഓർ ദിസ് വൺ? हाँ ये अच्छा है, कौन सी? यही जो ये है ना? कौन सी चाय? ये और ये चाय. Arduş mu çandas mı? İyi. പച്ചൻ ക്യാപ്പ് വാങ്ങുവാണ്. നാട്ടിലെ നമ്മുടെ ഒരു 150 പ്രൈസ്. ബ്ലൂ മോസ്കിലോട്ട് പോവാണ്. എല്ലാവരും നമ്മളെ നോക്കുക അടച്ചാനെ. ബ്രോ ലെറ്റ് മീ സീ, ഗോ ആൻഡ് കം. If I go, you can go, okay? For sure. Okay. So bye. Allah Hafiz, Allah Hafiz. You Okay. called Amir, right? Yeah, I will do. Okay. No, you didn't call him. Assalamu alaikum. Shanghai. Seriously? Hindustan. Hindustan. उस तरफ इधर से नहीं. നമ്മൾ ഈ ഗേറ്റിൽ കൂടെ പോകാൻ പറ്റൂല എന്ന് ഞാൻ ഒറ്റയ്ക്ക് അല്ലാത്തതുകൊണ്ടാണ്, സായും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നമ്മളിനി അടുത്ത ഗേറ്റിലോട്ട് പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എനിക്കൊന്ന് ടൂറിസ്റ്റ് ആയതുകൊണ്ടായിരിക്കണം ഇവിടേക്ക് ഇതുപോലത്തെ എന്തൊക്കെ കച്ചവടങ്ങളാണ്. എനിക്കൊന്ന് ടൂറിസ്റ്റുള്ള ആ ഗേറ്റിൽ മാത്രമേ കയറ്റുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് ടൂറിസ്റ്റായിട്ട് പോകണ്ടായിരുന്നു. ഇനിയിപ്പോൾ സായി ഉള്ളതുകൊണ്ട് എനിക്ക് ടൂറിസ്റ്റായിട്ട് മാത്രമേ പോകാനും പറ്റൂ. അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പം സായെ കണ്ടപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഭീകരജീവി വന്നതുപോലെയാണ് സായെ കണ്ടപ്പോൾ എല്ലാവരും നോക്കുന്നത്. Gotalira tavil biti cizara. Ah. Ini khastan garmiya. Correct. Okay. നമ്മളിനി സിം എടുക്കാൻ വേണ്ടി പോവാണ്. സിം വാങ്ങാനായിട്ട് പോകുന്നു. ഈ ചൂടത്ത് എൻ്റെ ഫോൺ ഉപയോഗിച്ച് ഫോൺ വരെ ചൂടായി ഇപ്പം പഴുത്തിരിക്കുക. I think some lumos. This bag no? I think. लड़का हाँ बैग नहीं लेके सकता. इधर से सलाम अलैकुम. संगे जुड़े हिंदुस्तान Hindustan? सयाहा Maktub. मकतूब सही. पासपोर्ट Maktub. 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 मकतूब Maktub. I think permit. İlaç Parhang var şu mu ayak maktub peki? İlaç Parhang. Farhan. Oh, hey, no? Oh. Maktub, they want permit, you know. Without permit, we cannot go. Permit for the Yeah. The province, we have to go and get the permit. Hey, no. Namaz पढ़ने के लिए मुसलमान. हाँ. वाह. नमाज पढ़ के आती है? Jak maktub peki boss bey? ഓക്കെ ബിനീഡ്. Yeter. തൽക്കാലം നമ്മൾ സിം എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒന്നും നടന്നില്ലെങ്കിൽ സിം എടുക്കാം ഈ സമയത്തിനുള്ളിൽ. ഈ കാണുന്നത് നമ്മുടെ അഫ്ഗാൻ വയർലെസ്, എത്തിസലാത്ത് എന്ന് പറയുന്ന വേറൊരു സിം കാർഡ്, പിന്നെ സലാം ഇല്ല കേട്ടോ, അഫ്ഗാൻ വയർലെസ്. ആൻഡ് ഗോ ഇൻസൈഡ് ദാറ്റ് ലേഡീസ് പാർട്ട് ദെയർ. ഹിയർ ഇൻസൈഡ് ഓപ്പൺ ദ ഡോർ. സായിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല എന്ന്, അതിൻ്റെ അകത്തേ ഇരിക്കാൻ പറ്റുള്ളൂ. സായിക്ക് ഉള്ള സെക്ഷനിൽ അവിടെ ഫീമെയിൽ ഉണ്ട്, പക്ഷേ ഫീമെയിൽ ഇന്ന് വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ സായിയുടെ പാസ്പോർട്ട് ഞാനിപ്പോൾ പോയി വാങ്ങിച്ച് സായിക്ക് സിം എടുക്കാൻ വേണ്ടി. അപ്പം സായി പറഞ്ഞു ഞാൻ വരണ്ടേ? ഞാൻ പറഞ്ഞു സായി നീ വരണ്ട, ഞാൻ പോയി എടുത്തോളാന്ന്. പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ മാത്രം പോയാൽ മതി. അപ്പോൾ സായി പറഞ്ഞു എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ സിം എങ്ങനെ എടുക്കുമായിരുന്നു. സായിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ, അതിനുപരി പ്രാന്തായിട്ട് എനിക്കിരിക്കുക. ഓക്കെ, ഐ വാണ്ട് ടു ടേക്ക് എ പിക്ചർ. കം ഓൺ സബ്സ്ക്രൈബ്. The female lady is not there, so I'm working for behalf of you. Some white.
എന്തൊക്കെ അവസ്ഥയല്ലേ. വെയിറ്റ്, ഓക്കെ. സിം എടുത്തു. സിമ്മിന് 120, അതായത് നമ്മുടെ നാട്ടിൽ 200 രൂപയ്ക്കാവും. പിന്നെ ഈ കാണുന്നതൊക്കെയാണ് പ്രൈസ് റേഞ്ച്. 50 GB 1800, അതായത് 3000 രൂപ ആണെങ്കിൽ കൂട്ടാൻ കേട്ടോ. 3000 രൂപ അടുപ്പിച്ച്. 3000 അല്ല, അതിൽ കൂടുതലാവും കേട്ടോ. താനും സായി വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ബസ്സിൽ കയറി പോകാൻ വേണ്ടി. സായി മിലേഗ ഓക്കെ ഭയ്യ ബഹുത് ധന്യവാദ് ചക്കാത്തി. ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പറ്റി. നമ്മുടെ ബ്ലൂ മോസ്കിൻ്റെ അകത്ത് ഇവിടെ വീഡിയോ എടുക്കുന്ന ഇനി താലിബാൻ കണ്ട അടുത്ത അതിന് പ്രശ്നമുണ്ടോ. ആ കാണുന്നതാണ് നമ്മുടെ ബ്ലൂ മോസ്ക്. കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഭൂകമ്പത്തിലൊക്കെ തകർന്ന 2025 നവംബറിലെ ഭൂകമ്പത്തിലൊക്കെ തകർന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കുറച്ച് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഭൂകമ്പം ഭയങ്കര വലിയൊരു ഭൂകമ്പമായിരുന്നു. ഇതാണ് നമ്മുടെ അലി റളിയല്ലാഹു അൻഹു, നമ്മുടെ ഹസ്രത്ത് അലി, നമ്മുടെ പ്രൊഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവിൻ്റെ ടോംബെന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പള്ളിയിൽ നിന്ന് പുറത്ത്. ഉള്ള നമ്മുടെ മസ്ജിദാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ബ്ലൂ മോസ്കിൻ്റെ അടുത്തുള്ള പള്ളിയാണ്. അങ്ങനെ ഞാൻ അവസാനം ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങുവാണ്. വെയിലായതുകൊണ്ട് വീഡിയോ എടുക്കാനും സാധിക്കുന്നില്ല, ഒന്നിനും തന്നെ സാധിക്കുന്നില്ല. I am back. How was you feeling? Yeah, good. But it's really hard to get internet because we are in an internet place. ഇവിടെ VPN ഉണ്ടെങ്കിലേ സോഷ്യൽ മീഡിയ ഒക്കെ വർക്കാവും. അത് ഇപ്പോഴാണ് കേട്ടോ. ഇവിടെ വാട്സപ്പും യൂട്യൂബൊക്കെ വർക്കാവും, ബാക്കി എല്ലാത്തിനും VPN വേണം. ബഹുത് ധന്യവാദ്. മിലേഗ. അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോകാം അല്ലേ. വരുന്നവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഒരു ടൂർ പെർമിറ്റ് എടുക്കണം. ആ പെർമിറ്റ് ഓരോ പ്രൊവിൻസിൽ പോകാനായിട്ട് ആവശ്യമുണ്ട്. അതെടുക്കാൻ വേണ്ടി വന്നതാണ്. ഐ തിങ്ക് ഐ ഡോണ്ട് നോ വേർ ഈസ് ഓഫീസ്. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചർ, അഫ്ഗാൻ ടൂർ എൻ്റർപ്രൈസ്, മാനേജർ ഓഫ് അഫ്ഗാൻ ടൂർ ബാൽക്ക്. അവിടെ പോകണം കേട്ടോ. ലെറ്റ്സ് ഗോ. പെർമിറ്റ് ഇല്ലെങ്കിൽ താലിബാൻ ഒരു സ്ഥലത്തും കയറ്റില്ല. നേരത്തെ ആ പള്ളി കയറ്റത്തിട്ട് തന്നെ പെർമിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്നെ സഹായം കയറ്റാതെ. പിന്നെ ഞാൻ പോയി, എനിക്ക് പോവാം. പെർമിറ്റിന് വേണ്ടി ഓഫീസിൽ പോയി. അപ്പോൾ അതായത് മുമ്പ് പെർമിറ്റ് ഒന്നും വേണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളായിട്ട് പെർമിറ്റ് ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ മിനിസ്ട്രി ഓഫ് കൾച്ചർ, അഫ്ഗാനിസ്ഥാൻ്റെ മിനിസ്ട്രി ഓഫ് കൾച്ചറിൽ പോയാൽ പെർമിറ്റ് കിട്ടും. ഇപ്പോൾ അഫ്ഗാൻ ടൂർ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ട്, അവരുമായിട്ട് കൊളാബ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഒരു പ്രൊവിൻസിന് 1000 അഫ്ഗാനി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 1500 രൂപ അടുപ്പിച്ച് ഒരു പ്രൊവിൻസ് ട്രാവൽ ചെയ്യുന്നതിന്. ആ പുള്ളിക്കാരൻ നമ്മളെടുത്ത് അതെല്ലാം പറഞ്ഞ് വാങ്ങിച്ചിട്ട് അവസാനം പുള്ളിക്കാരൻ പറയുമല്ലേ നിങ്ങൾക്ക് ഗൈഡ് വേണമെന്ന്. ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഗൈഡ് ഉണ്ടെങ്കിലേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളിക്കാരൻ ഗൈഡ് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഓഫീസറായിട്ട് ലാസ്റ്റ് സൈൻ ചെയ്യാനും ഒപ്പിടാനൊക്കെ നിൽക്കുന്നത് വേറൊരു താലിബാനാണ്, പുള്ളിക്കാരൻ്റെ ഭാഷയെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഇയാളാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഇവിടെ നല്ല പരിചയമായിട്ടുള്ള
താലിബാൻ്റെ ആൾക്കാരുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ അഫ്ഗാനിസ്ഥാനിലെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ അവസാനം പറഞ്ഞു ഞാൻ ആ ഫാമിലിയിലുള്ള ആളാണ്, എനിക്ക് അവരുമായിട്ടാണ് പരിചയം എന്ന് പറഞ്ഞപ്പം ഈ അറബിയിൽ ഈ താലിബാൻ്റെ അടുത്ത് പറഞ്ഞു, താലിബാന് കുറച്ച് അറബി അറിയാം കേട്ടോ. അപ്പം പുള്ളിക്കാരൻ ഇയാളുടെ അടുത്ത് പറഞ്ഞു, ഈ ഓഫീസർ ഈ ഇംഗ്ലീഷ് അറിയുന്ന പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഇവന് ഗൈഡൊന്നും വേണ്ട, അവൻ അവിടെയുള്ള താലിബാൻ്റെ ആൾക്കാരാണ്, ഇവന് അതിൻ്റെ ഗൈഡൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അത് ഭയങ്കര ഒരു ഇതായി കേട്ടോ. പുള്ളിക്കാരൻ അതിൻ്റെ പൈസ കിട്ടൂല എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യം വന്നു. എനിക്ക് സത്യത്തിൽ ഈ പെർമിറ്റിൻ്റെ ആവശ്യം പോലും എനിക്കിവിടെ ട്രാവൽ ചെയ്യുന്നതിനില്ല. എൻ്റെ ഫ്രണ്ട് ഓൾറെഡി പറഞ്ഞു നീ പെർമിറ്റ് ഒന്നും എടുക്കണ്ട, നീ വന്നാൽ മതി, ബാക്കി അവരെല്ലാം ചെയ്തോളൂ. എന്നിട്ട് ഞാൻ അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാണ് പെർമിറ്റ് എടുത്ത് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ദേഷ്യം വന്ന്. How was it, Sai? I'm very sad. He's so bad, right? Yes, he was really rude actually. And Yeah. how they speak with. But sometimes I really want to fight, but I remember that I'm a woman Yeah, in I Afghanistan. thought, because yeah. But if I'm in another country, definitely I will fight, and I don't Yeah. care, you know. But I always have to remember that I'm a woman here. Yeah. I hate that actually. ഓപ്പൺ. ഞാൻ എന്തായാലും വീണ്ടും നമ്മുടെ മസാല ഷെരീഫിലോട്ട് വന്നിട്ടുണ്ട്. പെർമിറ്റും എടുത്ത് ഇവിടെ നമ്മുടെ ബാഗെല്ലാം ചെക്ക് ചെയ്യാണ്. നമ്മളങ്ങനെ പെർമിറ്റൊക്കെ കൊടുത്തു. എന്ത് ചെക്കിംഗ് ആണെന്ന് നോക്കിക്കേ, നമ്മുടെ ബാഗ് ഫുള്ള്. ലാസ്റ്റ് ഇവിടെ കുട്ടികളെല്ലാം നീന്തുവാണ് കേട്ടോ വെള്ളത്തിൽ. ഇപ്പം സമയം ഈവനിങ് ആയി, ഇപ്പം കുറച്ച് ചൂട് കുറവുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികളെല്ലാം അത് വെള്ളത്തിൽ ചാടി നീന്തി കളിക്കുക. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മളങ്ങനെ നമ്മുടെ ബ്ലൂ മോസ്കിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ നല്ല രസമുണ്ടല്ലോ, വെയിൽ പോയാണ്. ഇപ്പം ഇറങ്ങി ഞാനിനി ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് ഈ ഒരു പ്രൊവിൻസ് വിടുവാണ്. നമ്മുടെ മസാറൽ ഷെരീഫിൽ നിന്ന് വിടാനായിട്ട് ഞാനും സായി ഇവിടെ നിന്ന് നടന്നു വരുവാണ്. സത്യത്തിൽ ഞാൻ വെറുത്തൊരു ദിവസമാണ് കേട്ടോ. ആ പുള്ളിക്കാരൻ്റെ സ്വഭാവം കണ്ടപ്പം ഞാൻ വെറുത്തുപോയി. ആ പുള്ളിക്കാരെ കള്ളം പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് ഗൈഡ് വേണമെന്ന്. ഗൈഡിൻ്റെ ആവശ്യം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഗൈഡ് വേണം എന്നാലേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. പുള്ളിക്കാരൻ പൈസ കിട്ടാൻ വേണ്ടി മാത്രം. ഇവിടെ ബ്രെഡാണല്ലോ, ബ്രെഡ് ഉണ്ടാക്കുന്ന ഇതാണ്. സലാം അലൈക്കും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ബ്രെഡ് ഉണ്ടാക്കുന്നവരുടെ കല ഉണ്ടോ? So you can make if you want. Hindustan. Afghanistan. നമ്മുടെ മുജാഹിദീനെ കണ്ടു. സലാം അലൈക്കും സംഘേ. ഇവിടെ പശ്തു നാമേ ഫാമി, പശ്തു നാമേ ഫാമി. ഇവിടെ ഒരു ഇംഗ്ലീഷ് അറിയാന്നുള്ള ട്രാൻസ്ലേറ്ററിനെ വിളിച്ചിരിക്കുകയാണ്. സലാം അലൈക്കും. English? You speak English? What's your name? My name is Samir. Samir. What is this? It's a university. Yeah, university. Can we go inside, visit? Yeah. We can visit? Wow. I'm actually coming. Wow. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അകത്തോട്ട് പോവാണ്. ഹിന്ദുസ്ഥാൻ, മെക്സിക്കോ. കൊള്ളാലോ, നമ്മൾ വന്നതല്ലേ, എന്നാലും യൂണിവേഴ്സിറ്റി ആണ് കേട്ടെ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ ഇവർ കളഞ്ഞു. Mujahideen is a good, yeah? Yeah. What's the moral Mujahideen? Mujahideen moral is it's good. How? Ask her. Ask her. You can ask her a question. മുജാഹിദീൻ്റെ മോറൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് കേട്ടോ ചോദിക്കുന്നത്. താലിബാൻ നമ്മളെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് താലിബാൻ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അവരുടെ അടുത്ത് വെച്ചിട്ട് കൊള്ളൂലാന്ന്. Mujahideen means Taliban. Mujahideen. Another name of Taliban. Yeah. You can put it. And then put it in front. Saya Mujahideen. റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു താലിബാൻ കേട്ടോ. നിങ്ങളുടെ സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ടോ, ഭയങ്കര ഒരു പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. റിലീജിയൻ ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു റിലീജിയൻ ചോദിച്ചത് വേറെ പ്രശ്നമൊന്നുമില്ല, നോ പ്രോബ്ലം, വെറുതെ ചോദിച്ചു എന്നേയുള്ളൂ, ഏത് റിലീജിയനായാലും പ്രശ്നമില്ല. ഭയങ്കര ഒരു റെസ്പെക്ട്ഫുൾ, ഭയങ്കര ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കേട്ടോ. ഇൻഷാല്ലാ I will meet next time, and thank you for the time, thank you for the talking, especially to him. I'm very happy. I was sad today because of something happened, but now after talking to him I'm very happy. Tell him.
Before I was very sad. Happy for you. Some people they lie something, so I feel very sad because they lie, you know. بگم شاروخ But now I'm very happy. سلمان خان لا قومای ماست بگم Shah Rukh Khan, Salman. که ما تا چند قفل جا دیگر خون بده بخاطر people Afghanistan is different. Yeah. Some is good, some is bad. Yeah. But I came 4 years ago. My favorite country in the world is Afghanistan. Tell. من روز سوم از که جوانی هم بهترین مورد علاقه ترین کشور افغانستان. Inshallah. Assalamu alaikum. പക്ഷേ നമ്മൾ നടന്നു പോയപ്പോൾ കുറേ കുട്ടികളൊക്കെ ഓടി വന്നു, നല്ലപോലെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നു. ഇത് താലിബാൻ നടത്തുന്ന എന്തോ സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. Nice to meet you. മനാന അസ്സലാമു അലൈക്കും. हिंदुस्तान कौन सी जगह? जिंदाबाद। जिंदाबाद केरला. जिंदाबाद हिंदुस्तान। ओ मनाना साउथ इंडिया से, केरला से. मैं भी पाकिस्तान से आया हूँ। सुनो आप भी पाकिस्तान से? पाकिस्तान से आया हूँ, 5 माह हो गए कि पाकिस्तान से माजर आया हूँ। हाँ पाकिस्तान में ധാരാളം पैदाइश मेरी पाकिस्तान में हुआ। पाकिस्तान में हो गया. हाँ, 49 साल। ആ ധാരാളം അഫ്ഗാനികൾ പാകിസ്ഥാനിലുണ്ടായിരുന്നു. ഇപ്പൊ പാകിസ്ഥാൻ ഗവൺമെന്റ് തൊഴുത്തി ഓട്ടിച്ച് കുറേ പേര് പാകിസ്ഥാനിലാണ് ജനിച്ചത്. അങ്ങനത്തെ കുറെ ആൾക്കാരാണ്. ഓ ഞാൻ കുറച്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നാ. ഡീഹൈഡ്രേഷൻ ആയിപ്പോ बहुत गर्मी है. हाँ यहाँ पे सर्दी भी इतना ज्यादा होगा, इतना गर्मी ज्यादा गर्मी है। भी बहुत है. हाँ അടിപൊളി കേട്ടോ. हाँ हिंदुस्तान हिंदुस्तान سیاحة بخیر آمدید بخیر. مشکلات خونی نه مشکل نه. امنیتی وضعیت چطور است نه کسی خون زحمت نه نکنه؟ نه نه. چی خدمت کنم No hitmat. بخیر باشید This road or this road? This way. ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ, 4 വർഷം മുന്നേ ആണെങ്കിൽ ഇവരെന്നെ കാണുവാണെങ്കിൽ ഇപ്പൊ പിടിച്ച് നീ എവിടെ നിന്ന് വന്നത്, എനിമിയാണോ അറ്റാക്ക് ചെയ്യാനാണോ എന്നൊക്കെ പറഞ്ഞ്. ഗുഡ് 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 താങ്ക് യു. താങ്ക് യു. അപ്പൊ ഇപ്രാവശ്യം പോലീസ് വന്നിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്നിട്ട് വിശേഷം എന്തെങ്കിലും വേണോ, ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരണോ. ഭയങ്കര ഫണ്ണി ആയിട്ട് വന്നു കേട്ടോ. ഇവർ ഈ 4 വർഷത്തിൻ്റെ ഇടയിൽ ഇവരാകെ മാറി കേട്ടോ. ഇവരുടെ പെരുമാറ്റങ്ങൾ മാറ്റി. വൈൽഡായിട്ടുള്ള കുറേ തോക്ക് മാത്രം ഉപയോഗിക്കാൻ അറിയാമെന്നുള്ള കുറച്ച് ടീമുകൾ എങ്ങനെ അവർ സിവിലൈസേഷനുമായിട്ട് എന്താ പറയുക ഒത്തൊരുങ്ങി പോകുന്നു എന്നുള്ളതിൻ്റെ പ്രധാന ഒരു ഉദാഹരണമാണ്. കാരണം 4 വർഷം മുമ്പേ താലിബാൻസ് എല്ലാം അവർ 1 വർഷം ആയേ ഉള്ളൂ മലകളിൽ നിന്നും കാട്ടുകളിൽ നിന്നൊക്കെ ഒളിച്ച് നിന്നവർ ഇങ്ങോട്ട് സിറ്റികളിൽ എത്തിയപ്പോൾ. അപ്പോൾ അവർക്കൊരു ടൂറിസ്റ്റ് എങ്ങനെയാണ്, പുറത്തുള്ള ആളുകൾ ആരാണ്, അത് എനിമിയാണോ എന്ന് പോലും അവർക്ക് ഊഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു ബാഗ് തൂക്കിയാണ് ടൂറിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ പരിഗണിക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. ഒരു പുള്ളിക്കാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് എന്തോ പറയുന്നത്, ये बोल रहे कि मेरा घर इधर ही, आप इधर ही, अगर मेहमान बनना चाहते हो तो हम हाजिर हैं। नहीं 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 सर बहुत धन्यवाद. नहीं നമ്മളെ അവരുടെ വീട്ടിൽ മെഹമാനായിട്ട് ഗസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുവാണ്. ഇന്ത്യാസേ ഹിന്ദുസ്ഥാൻ. कहाँ से आप? पाकिस्तान से? इंडिया से. अच्छा क्या शादी है? सब ठीक है. रिक्शा आपकी खिदमत में। नहीं 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 नहीं. ये कौन सी कंट्री से? ये मेक्सिको से. मेक्सिको से? मेक्सिको रशिया? नहीं मेक्सिको. हाँ, मस्को. ये मस्को है। हाँ ये खिदमत में। नहीं 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 सर. നമ്മൾ മാക്കനെ സിറ്റിയുടെ പുറത്തോട്ട് മാക്കനെ ഇങ്ങനെ നടക്കുവാണ് പുറത്ത് സിറ്റിയുടെ പുറത്തോട്ട് പോകാനായിട്ട് ലിഫ്റ്റ് അടിക്കാൻ. شما کجایی؟ हिंदुस्तान. هندوستان. हाँ او بیشتر چند روز میشه آمدنه؟ نمیفهمی نمیفهمی؟ نمیفهمی پشتو نمیفهمی فارسی. فارسی هم نمیفهمی، پشتو پشتو میفهمم، نیمه فارسی. این مکسیکو. تو هم نمیفهمی؟ مکسیکو از مکسیکو. امریکا. شما چی میکنید این رقم پوشتکی رو ورداشت؟ سیاحه. شما میمون شوید ما. میمون. اجتماع کنیم ما. گردشگری. چکر. باسم آسیا. چکر. خانم تاش. این خانم تاش.
ياز مكسيكو ياز هند না شعب عمرو بكم كذا مشهوره موضوع عمرو تاس হ্যাঁ عمرو تاس خانمت خانمت چی হনিমাত হ্যাঁ woman হনিমাত yeah my wife yeah হনিমাত yeah خالی تو کجا میدونی നമ്മുടെ സിറ്റിയുടെ പുറത്തോട്ട് വന്നപ്പോൾ ഉള്ള മലനിരകൾ നോക്കിയേ ഓ വേറെ ലെവല് മലനിരകള് താങ്ക് യു മൈ ഫ്രണ്ട് hello ഹായ് now Taliban Afghanistan very good വെരി ഗുഡ് താലിബാൻ ആ there's only this ഓ താലിബാൻ ഈസ് ഗുഡ് yeah വൈ this walking this no bomba നോ Bombas. നോ ബോംബ് yeah ആ ഓക്കെ just only for me it's now very nice ആ ഓക്കെ I'm not good ഹാപ്പി ടു നോ ദാറ്റ് yeah yeah this taxi രാത്രി നമ്മൾ ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ് രാത്രി അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു ലിഫ്റ്റ് അടി ഞാനും സായും കൂടെ താലിബാൻ വന്ന് പിടിച്ചോണ്ട് പോകുന്നതല്ല ചിലപ്പോൾ ഇവർക്ക് ലിഫ്റ്റ് അടിക്കാൻ സമ്മതിക്കില്ല നമ്മുടെ ഒരു വണ്ടിയിൽ നമുക്ക് കാറിൽ ലിഫ്റ്റ് കിട്ടി അതിൽ കയറി പോവാം ഇവർ ഭയങ്കര ലോങ് പോവാണ് സായി ലെറ്റ്സ് ഗോ ഫസ്റ്റ് hitchhiking I already did the hitchhiking yesterday, but you was not there. No, I did hitchhiking too. അങ്ങനെ സമാധാനമായി അവരൊന്നും വിട്ട് കാരണം നമ്മൾ ഹിച്ചൈക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ കുറെ ആൾക്കാർ ഇവിടെ ഹിച്ചൈക്കാൻ പറ്റൂല വണ്ടി കയറി പോയി എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തി വന്നു അപ്പോൾ സായോട് ഞാൻ പറഞ്ഞു പ്ലീസ് ദയവേത് നിങ്ങൾ ഇവിടെ നിന്ന് പോവോ നിങ്ങൾ കാരണം വണ്ടി കിട്ടൂലെന്നു അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര വിഷമമായി അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ കൈ പിടിച്ചു ബ്രോ വേറൊന്നും തോന്നരുത് പുള്ളിക്കാരൻ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ നിൽക്കുമ്പോൾ ആൾക്കാർ ഇതാവും അതുകൊണ്ട് അപ്പം പിന്നെ പുള്ളിക്കാരൻ ഓക്കെ ആയി अभी अपनी रात यहीं सोने यानी अपनी जान നിമിഷത്തിൽ എത്തിയതേ ഉള്ളൂ താലിബാൻ എല്ലാം വന്ന് ദുബായിയുടെ കാറാണല്ലോ നമ്മളെ കൊണ്ടുപോവാണ് കേട്ടോ അവരുടെ സ്ഥലത്തോട്ട് കിടത്തി ഉറക്കാൻ വേണ്ടി കൊണ്ടുപോവാ ഒരു മുജാഹിദീന്റെ ആൾക്കാരാണ് കേട്ടോ അവരാണ് നമ്മളെ കൊണ്ടുവന്നത് അവരുടെ ഫോട്ടോ കാണിച്ചു തരുക സീബ Hindistan Ziba, Afghanistan. ഹിന്ദുസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സീബ സെയിം ഇവിടെ നമ്മളെ എവിടെയോ കൊണ്ടുവന്നിരിക്കുകയാണ് അവരുടെ കുറെ കൂട്ടുകാരുടെ സ്ഥലത്ത് സലാം അലൈക്കും ഹുബാസി ഖൈർ Yeah, I'm okay. You pick. Okay. I'm a... I prefer me. Like... അല്ല ഇവിടെ കൊണ്ടുപോകണമെന്തോ പടച്ചോനെ പടച്ചോനെ ഇതെവിടെയാ കൊണ്ടുപോകുന്നത് ഇതെവിടെയാ കൊണ്ടുപോകുന്ന പടച്ചോനെ കണ്ടിട്ട് എന്നെ പേടിയാവുന്നു Assalamu alaikum. താലിബാൻ അങ്ങനെ കാറിൽ നമ്മളെ രാത്രി ഇവരുടെ ഒരു പഴയൊരു പാലസ് ആണ് കേട്ടോ പണ്ടത്തെ അതൊരു കൊട്ടാരമാണ് ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി ഇവിടെ ഫുള്ള് തോണ്ടേ ആ ഇതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന താലിബാനാണ് കേട്ടോ മുകളിൽ തോക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കോട്ടയാണ് ഫുള്ള് തോക്കായിരുന്നു ഞാൻ സത്യത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ചേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ സായിക്ക് ഒരു പേടിയില്ലായിരുന്നു ഇവന്മാർ ഇതിൻ്റെ അകത്തൂടെ കൊണ്ടുവന്നപ്പോൾ ഫുള്ള് കാടാ കണ്ടില്ലേ അങ്ങാണ് റോഡുള്ളത് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പം പിന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലും ചെയ്യില്ല പക്ഷെ അവരങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ സായിട്ട് എൻ്റെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാത്രി ഒന്ന് മൂത്രം വയ്ക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കണം പണ്ടത്തെ ഒരു പഴയ പാലസാണ് കേട്ടോ ആ പാലസാണ് ഇവർ വെട്ടിപ്പൊളിച്ച് ഇവരുടെ ഒരു സ്ഥലമാക്കി വെച്ചിരിക്കുന്നത് എവിടെയാ പോകുന്നത് ഇതിലൂടെ ചാടിയല്ലോ പോവാം മൂത്രമൊഴിക്കാനേ രാത്രി തോക്കും ഇമാര് പേടി വെച്ചിടണം കേട്ടോ ഇമാരുടെ ശത്രുവാണെന്ന് വല്ല വിചാരിച്ച് സായി അവിടെ കിടക്കുന്നു ഞാനിട്ട് എൻ്റെ കടിച്ച് വടയ്ക്കാൻ കിടന്നു ഇവിടെ കിടക്കുകയാണ് കേട്ടോ ഗുഡ് നൈറ്റ്